ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു സൺഡേ വ്ലോഗ് ആവാമെന്ന് കരുതി. രാവിലെ എണീറ്റ് കുളിച്ചത് കാവി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ മടി പിടിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് തന്നെ പോവാം അല്ലേ. ഞങ്ങളുടെ എല്ലാ ദിവസത്തെ ഒരു ഡെയിലി റുട്ടീൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ എണീക്കും. അമ്മയ്ക്ക് പാല് കൊടുക്കുന്നതിൻ്റെയൊക്കെ ചെറിയൊരു ഏർപ്പാടുണ്ടായിരുന്നു. തറവാട്ടിൽ പശുക്കളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്മ രാവിലെ നേരത്തെ എണീച്ച് പോകും. അതിൻ്റെ കൂടെ തന്നെ അച്ഛനും എണീക്കും. കുറേ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എണീറ്റ് വരുന്നത്. പക്ഷെ എന്നാൽ 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ഇവിടെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം അല്ലുവിനെ പോയിട്ട് വിളിക്കണം. സൺഡേ ആയതുകൊണ്ട് തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കൂട്ടോ. അല്ലാത്ത ദിവസം നേരത്തെ എണീക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നൈസായിട്ടൊന്ന് മേലെ പോയി നോക്കട്ടെ. രണ്ടാൾ എന്ത് ചെയ്യാന്ന് അറിയാലോ. ചിലപ്പോൾ ഉറങ്ങായിരിക്കും, ചിലപ്പോൾ എണീറ്റിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെ? ഇന്ന് സൺഡേ അല്ലേ? ആയിക്കോട്ടെ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അല്ലു കിടക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ തന്നെ എണീറ്റ് പോരാറുണ്ട്. ഇപ്പോൾ അബിയേട്ടൻ എണീറ്റ് കുളിക്കാൻ പോയിട്ടുണ്ടാവും. അതായിരിക്കും ആൾ എണീറ്റിട്ടുണ്ടാവും കേട്ടോ. അല്ലാണ്ട് അങ്ങനെയൊന്നും എണീക്കലില്ല. അപ്പോൾ അബിയേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. അല്ലുവിന് ചായയൊക്കെ കൊടുത്തു. ഞാനും അബിയേട്ടനും കഴിക്കാനിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഫുഡ് കഴിക്കാനിരിക്കുക. അപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കാറ്. കാരണം ഓരോരുത്തർക്കും ഓരോരോ തിരക്കുണ്ടാവും. അപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോവും. പിന്നെ മഴയായത് കാരണം ഇവിടെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ചളിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് കിച്ചണിലേക്ക് തന്നെ പോകാൻ വീണ്ടും. ഓഹോ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ മീൻ നോക്കൂ. ഇത് ഞാൻ എപ്പോഴാ നന്നാക്കി കഴിയുക ഗൈസ്. ചെറിയ അയിലയാണ് വാങ്ങട്ടെ എന്ന് വെച്ചപ്പോൾ ഇത്രയ്ക്ക് കുഞ്ഞതാന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പെട്ടെന്നൊന്നും അത് നന്നാക്കി തീരില്ലെന്ന് എന്തായാലും എനിക്കറിയാം. അപ്പം ഞാൻ മെല്ലെ ഇരുന്ന് നന്നാക്കാൻ തീരുമാനിച്ചേ. അപ്പം അല്ലു കളിക്കാൻ പോയത് അപ്പുറത്തെ വീട്ടിൽ. പക്ഷെ ഇപ്പം നോക്കിയിട്ട് ആ സൈഡ് കാണുന്നില്ല. അപ്പം ഒന്ന് പോയി നോക്കി വരാം. അപ്പോൾ കളിക്കാൻ പോയവനെ കണ്ടുപിടിച്ച് ഞാൻ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് തന്നെ കടന്നു കേട്ടോ. ഇത് എത്ര നന്നാക്കിയിട്ടും പെട്ടെന്നൊന്നും തീരുന്നില്ല. ബാക്കി പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്ത് നന്നാക്കാം. അപ്പം അമ്മ പുറത്തിരുന്ന് നന്നാക്കുന്നുണ്ട്. അബിയായിട്ട് ഈ മുറിക്കുന്ന കയ്പയാണ് കേട്ടോ. ഇത് എനിക്ക് മുറിക്കാൻ അറിയാഞ്ഞിട്ടല്ല. മൈഗ്രെയിൻ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എപ്പം കയ്പ മുറിച്ചാലും എനിക്ക് തലവേദനയും വരും, തലചുറ്റലും വരും. അതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഗ്യാപ്പിൽ പിന്നെ അല്ലുവിന് കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് എഴുതാൻ കൊടുത്തു. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കുറച്ചൊന്ന് വാഷ് ചെയ്തിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വന്ന് ആളവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഫ്രഷായി വന്നു. എന്തായാലും അലക്കി കഴിഞ്ഞാൽ നമ്മളൊന്ന് മുഷിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നു. അല്ലു നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ നേരത്തും അബിയേട്ടനെ കാണാനില്ല. അപ്പോഴേക്കും ഏട്ടന്മാർ വിളിച്ച് അതിൻ്റെ വൈത്താൽ എവിടേക്കോ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനും അല്ലു ഒന്ന് കിടന്നതാണ്. അപ്പോഴേക്കും തുടങ്ങി അവിടെ പാട്ടും വേണം. ഒരാൾ പഠിക്കുന്നു, ഞാൻ കിടക്കുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടാളെയും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരാൾ അപ്പുറത്തെ റൂമിലുണ്ട്. കാണിച്ചു തരാം. നല്ല സൗണ്ടിൽ പാട്ടും വെച്ച് കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അബിയേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഹോബി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പാറുവിൻ്റെ വീട്ടിൽ പോയി. അന്നത്തെ മീറ്റിങ്ങിൻ്റെ ബാലൻസ് ഇന്നുണ്ട് എന്ന് ദേവു പറഞ്ഞിരുന്നു. അപ്പോൾ 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തി. അല്ലെ സ്കൂളിലേക്കുള്ള കുറച്ച് വർക്ക് പെൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തിരിച്ചെത്തി. നാളെ സ്കൂളിലേക്കുള്ള ഓരോ വർക്കാണ്. എഗ്ഗിൻ്റെ ഷെല്ല് വെച്ചിട്ട് എന്തെങ്കിലും 2 തിങ്സ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഒന്ന് റാബിറ്റ്, ഒന്ന് ജോക്കർ. നാളെ പൊട്ടാണ്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മളെന്താ ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ? പറയും ഫുഡ് കഴിക്കാൻ പോവാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലുവിനുള്ള പാലും എടുത്തിട്ട് ഞങ്ങൾ മേലേക്ക് പോവുകയാണ്. അബിയേട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോയതാ. ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ ഇങ്ങനെയാണ്. സൺഡേ ആണെന്നല്ലാണ്ട് വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.